സർക്കാർ കോളേജായ കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യയനം ആരംഭിച്ചു. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ പ്രവർത്തിക്കുന്ന കോളേജിൽ 70ഓളം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. പറവൂരിലെ ആദ്യ സർക്കാർ കോളേജായ കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യയനം ആരംഭിച്ചു. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ പ്രവർത്തിക്കുന്ന കോളേജിൽ 70ഓളം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. പറവൂരിലെ ആദ്യ സർക്കാർ കോളേജായ കേസരി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യയനം ആരംഭിച്ചു. പറവൂരിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് കോളേജിലൂടെ യാഥാർത്ഥ്യമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താൽപര്യമെടുത്താണ് കോളേജിന് അനുമതി നൽകിയത്. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടെ പ്രവർത്തിക്കുന്ന കോളേജിൽ 70 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. BCom, BSc, സൈബർ ഫോറൻസിക്, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകളിലായി ആകെയുള്ള 85 സീറ്റിൽ ഒഴിവുള്ളവയിൽ വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെത്തും. പ്രിൻസിപ്പൽ ഡോക്ടർ ജോബി വർഗീസ്, കേസരി ബാലകൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് KB സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ഒന്നാം പിണറായി സർക്കാർ ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടി സ്പെഷ്യൽ ഓഫീസറായി മഹാരാജാസ് കോളേജിലെ അന്ന് അസിസ്റ്റന്റ് പ്രൊഫസറും പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറുമായ എന്നെ തന്നെ നിയോഗിച്ചു. ഞാൻ ചാർജ് എടുത്തു. എന്റെ നിയോഗം സ്പെഷ്യൽ ഓഫീസറായിട്ടാണ്. ഈ ട്രസ്റ്റിൽ നിന്ന് അതിന്റെ മുഴുവൻ സ്ഥലവും കെട്ടിടങ്ങളും മറ്റും ഏറ്റെടുത്ത് ഭാവിയിൽ ഒരു ഗവൺമെന്റ് കോളേജിന് അടിത്തറ പണിയുന്നതിന് വേണ്ടി മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്ന എന്നെ ഇങ്ങോട്ട് നിയോഗിക്കുകയാണ്. എന്റെ പോസ്റ്റിംഗ് സ്പെഷ്യൽ ഓഫീസറായിട്ടുണ്ടായത്. പക്ഷെ ചില സാങ്കേതിക വിഷയത്താൽ ഒരേ സമയത്ത് തന്നെ ശാസ്ത്രീയ കുട്ടികളും ഗവൺമെന്റ് മേഖലയിലെ കുട്ടികളും ഒരു കലാലയത്തിൽ പാടില്ല എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ സമയത്ത് തന്നെ റാങ്കിങ് ഇഷ്യൂസ് വരാം, സെക്ഷൽ ഹറാസ്മെന്റ് വരാം, 2 മാനേജ്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരാം, 2 ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് വരാം. അത് ഗവൺമെന്റിന്റെ ഒരു പോളിസി അല്ല, UGCയുടെ ഒരു നയമല്ല. അതുകൊണ്ട് തന്നെ 2023 വരെ ഇവിടുത്തെ അവസാനത്തെ ശാസ്ത്രീയ കുട്ടിയും പഠനം പൂർത്തിയാക്കി പോകുന്നതിന് വേണ്ടി നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഒരു ഗവൺമെന്റ് കോളേജിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് നാളെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. കേരളത്തിൽ ഇന്നേ വരെ 66 ഗവൺമെന്റ് കോളേജുകളെ ഉണ്ടായിട്ടുള്ളൂ. ഒരു കോളേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് വളരെ നിസ്സാരമായ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ല. ഒരുപാട് നൂറുകണക്കിന് മാനങ്ങൾക്ക് പുറകിലുണ്ട്. 1978 അന്ന് പാരലൽ കോളേജായിരുന്നു. അത്യാവശ്യം ഒരു 1000-ന് മേലെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാണ് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നല്ല സ്ട്രെങ്തോട് കൂടിയിട്ട് നല്ല നിലയിൽ ആരംഭിച്ച് നല്ല നിലയിൽ തന്നെ ഒരു 20 വർഷത്തോളം നല്ല നിലയിൽ തന്നെ തുടർന്നു പോന്നിരുന്നു. അതിനുശേഷം പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ധാരാളമായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ കുറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2 കൊല്ലം മുന്നേ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെ അവസാനിപ്പിച്ചു. ഈ കോളേജ് 2021 ഗവൺമെന്റ് ഏറ്റെടുത്തതാണ്. അന്ന് മുതൽ ഗവൺമെന്റിന്റെ കോളേജ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നത് ജോബി സാറാണ്. ജോബി സാറിന്റെ കൂടെ അന്ന് ട്രസ്റ്റിന്റെ പ്രസിഡന്റായിട്ടുള്ള SP നായർ സാർ ഉണ്ടായിരുന്നു. ട്രസ്റ്റിന്റെ വകയായിട്ടുള്ള 1 ഏക്കർ 60 സെന്റ് സ്ഥലവും ഏതാണ്ട് 22 റൂമുകളും സർക്കാരിന് സൗജന്യമായിട്ടാണ് നൽകിയിട്ടുള്ളത്.